Hello friends, welcome to Investing Right. I am Tenny. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റോക്ക് ടോക്ക് സെഷനിലേക്ക് പോകാം. സ്റ്റോക്ക് ടോക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഹൗസിംഗ് ഫിനാൻസ് കമ്പനികളിൽ തന്നെ പല കമ്പനികളുണ്ട്. അപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ഹൗസിംഗ് ഫിനാൻസ് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കമ്പനികളുണ്ട്. ഈ സെക്ടറിന് ഗോൾഡ് ഫിനാൻസിങ് കമ്പനികൾ പോലെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ലോൺ എല്ലാം ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റിയോട് കൂടിയിട്ടാണ്. കാരണം ഒരു ഗോൾഡ് ലോൺ എടുക്കുമ്പോഴും ഒരു ഗോൾഡ് ലോൺ എടുക്കുമ്പോഴും ഒരു ഹൗസിംഗ് ഫിനാൻസ് എടുക്കുമ്പോഴും നമ്മൾ ആ പ്രോപ്പർട്ടി പേപ്പർ അല്ലെങ്കിൽ ഗോൾഡ് നമ്മൾ ആ കമ്പനിക്ക് കൊടുക്കുന്നു, ഫിനാൻസ് കമ്പനിക്ക് കൊടുത്തിട്ടാണ്. അപ്പൊ അത് കാരണം ഇതുപോലെ കോവിഡ് പോലുള്ള സിറ്റുവേഷൻ, വേറെ എന്തെങ്കിലും എക്കോണമിക് ട്രബിൾസ് എല്ലാം വരുമ്പോൾ ആർക്കും ഞാൻ തിരിച്ചടക്കില്ല എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ കൊളാറ്ററൽ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതുപോലത്തെ എക്കോണമിക് ഡൗൺ ടേൺ ടൈമിലെല്ലാം ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിക്ക് കുറച്ചും കൂടി ഡിമാൻഡ് കൂടുതലാണ്. എന്താണ്, അവരുടെ ലോൺ ഒന്നും ഡീഫോൾട്ട് ആവില്ല. കാരണം അത് NPA ആവാൻ പോകുന്നില്ല. കാരണം എല്ലാവരുടെ കയ്യിലുള്ള ഇതിരിക്കുന്നുണ്ട്. എന്നാൽ കമ്പയർ ടു എ ഗോൾഡ് ലോൺ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ എ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ടു അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് ടൈമും അതിന്റെ പ്രോസസ്സും കുറച്ച് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരാൾ ലോൺ അടയ്ക്കുന്നില്ലെങ്കിൽ അത് പോയി വിറ്റ് ആ എമൗണ്ട് ഈടാക്കാനായിട്ടുള്ള ഇത് കുറച്ച് പാടായിരിക്കും, കുറച്ച് പ്രയാസമുള്ളതാണ്. എന്നാൽ പോലും അത് ഇറ്റ് ഈസ് പോസിബിൾ. തന്നെ വളരെയധികം കമ്പനികളുണ്ട്, കുറെ മിഡ് ക്യാപ്സ് ഉണ്ട് ഇതുണ്ട്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന കമ്പനി HDFC, ഹൗസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അതായത് നമ്മുടെ HDFC ബാങ്കിന്റെ എല്ലാം ഒരു പാരന്റ് കമ്പനി ആയിട്ട് വരും. ഈ HDFC എന്ന് പറയുന്നത് HDFC ലിമിറ്റഡ് 1977 ഫോം ചെയ്ത ഒരു കമ്പനിയാണ്. അത് 1978 അതിന്റെ IPO എന്ന് തോന്നുന്നു. അതിന്റെ ഷെയർ പ്രൈസ് ഈ 43 ഇയേഴ്സിൽ 18,000 ടൈംസ് കൂടിയിരിക്കുന്നു. 18,000 ടൈംസ്. അപ്പൊ HDFCക്ക് താഴെയായി അവർക്ക് HDFC ബാങ്ക്, HDFC ലൈഫ്, HDFC AMC നോക്കൂ, എല്ലാം വളരെയധികം മാർക്കറ്റിൽ ഭയങ്കര ജംസ് എന്ന് വിളിക്കാവുന്ന കമ്പനികളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്ന കമ്പനിയുടെ എല്ലാം ഒരു മേജർ ഓഹരി കൈവച്ചിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിന്റെ 27% ഓഹരി കൈവച്ചിരിക്കുന്നത് HDFC ലിമിറ്റഡ് ആണ്. ആ ഓഹരിയുടെ മൂല്യം തന്നെ, ആ സ്റ്റേക്കിന്റെ മൂല്യം തന്നെ 1,60,000 കോടി രൂപ വരും. 1,60,000 crores HDFC ബാങ്ക് വർത്ത് ഷെയർസ് HDFC കൈവശം വെച്ചിരിക്കുന്നു. അത് കൂടാതെ അതുപോലെ തന്നെ HDFC ലൈഫ്, HDFC AMC ഇതെല്ലാം. അപ്പൊ അതും ഒരു ഭയങ്കര നല്ല ഫാക്ടറാണ്. അത് കൂടാതെ HDFC ഈസ് ദ ലീഡർ ഇൻ ഹൗസിംഗ് ഫിനാൻസ്. അപ്പോൾ പല ഹൗസിംഗ് ലോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം HDFC ആണ് നമ്പർ 1 ഫിനാൻസ് എന്ന് പറയുന്നു. പക്ഷേ HDFCയുടെ ഓഫീസുകൾ നമ്മൾ അങ്ങനെ കാണാറില്ല, HDFC ബാങ്കിന്റെ കാണാറുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, HDFC ബാങ്ക് കൊടുക്കുന്ന ലോൺ എല്ലാം HDFCയുടേതാണ്. HDFCയുടെ ലോൺ കൊടുക്കുന്നത് HDFC ബാങ്കാണ്. അപ്പൊ HDFC ബാങ്കിന് ഇത് ഒരു 70% തിരിച്ചു വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പക്ഷെ അല്ലെങ്കിൽ അവര് HDFCയുടെ ലോൺ വിൽക്കുന്നു, അതിന് ഒരു കമ്മീഷൻ കിട്ടുന്നു. അങ്ങനെയാണ് HDFC വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും ആ ഒരു ആസ്പെക്റ്റിലും ഏറ്റവും വലിയ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി, ഇന്ത്യയുടെ ഒരു ഡെമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം യങ് പോപ്പുലേഷൻ വളർന്നു വരുന്നു. മറ്റു US, ജപ്പാൻ എന്നെല്ലാം കമ്പയർ ചെയ്ത്, ഇറ്റലിനൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളരെ ഒരു പോസിറ്റീവ് ഫിഗർ ആണ് അതിലുള്ളത്. അപ്പൊ ഇവരെല്ലാവരും വീട് വാങ്ങിക്കാനും എല്ലാം നോക്കുന്നു. അപ്പൊ മറ്റ് കമ്പനികൾ വളരുമോ വളരില്ലേ നമുക്കറിയില്ല. ഇന്ത്യ ബുൾസ് ഹോം ഫിനാൻസ്, കാൻഫിൻ ഹോംസ്, അത് PNB ഹൗസിംഗ് ഫിനാൻസ്, ഇതൊക്കെ നമുക്കറിയില്ല. പക്ഷെ HDFC ഡെഫിനറ്റ്ലി വിൽ ടേക്ക് ദ അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്, വളരുന്നതാണ്. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസിന്റെ ഒരു ബിസിനസ് അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. അത് കൂടാതെ സ്റ്റേക്ക് ഇൻ ദിസ് കമ്പനീസ് ഉണ്ട്. അത് കൂടാതെ പല അൺലിസ്റ്റഡ് കമ്പനികളും അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം കൂടാതെ ഏറ്റവും റെപ്യൂട്ടഡ് ഗ്രൂപ്പ് ഇൻ ഇന്ത്യ, FIIs എല്ലാം കരുതുന്ന ഒരു ഗ്രൂപ്പാണ് HDFC. 3.2 lakh crores ആണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. അതിൽ 1.6 lakh മാർക്കറ്റ് ക്യാപ്പ് HDFC ബാങ്കിന് തന്നെ സ്റ്റേക്ക് ഇവരുടെ കയ്യിലുണ്ട്. ബാക്കിയുള്ള കമ്പനികളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഹൗസിംഗ് ഫിനാൻസ് ബിസിനസ് ഈസ് വെരി വെരി ലോ. സോ HDFC ലിമിറ്റഡ്, ഇതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. ലാർജസ്റ്റ് ഹോം ഫിനാൻസ് കമ്പനിയാണ്. 26% HDFC ബാങ്ക് കൈവശം വെച്ചിരിക്കുന്നു. കൂടാതെ മറ്റുള്ളതും, ഇത് കൂടാതെ തന്നെ അവർക്ക് അവരുടെ എഡ്യൂക്കേഷണൽ വെഞ്ചേഴ്സ്, ഇതിന്റെ എല്ലാം സ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അതെല്ലാം പുതിയ കമ്പനികൾ, നോൺ ലിസ്റ്റഡ് കമ്പനികളെല്ലാം പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഫ്യൂച്ചറിൽ. ഇത് 18,000 റിട്ടേൺ ആണ് തന്നിരിക്കുന്നത്, 18,000 ടൈംസ്. ദാറ്റ് മീൻസ് 10,000 rupees 1978 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് 18,000 ഈ 43 ഇയേഴ്സിൽ. അപ്പൊ ബാങ്കിങ്, ഇൻഷുറൻസ്, ഫണ്ട്, ഇതെല്ലാം ഇന്ത്യയിൽ പെനട്രേഷൻ വളരെ കുറവാണ്.
അപ്പോൾ അടുത്ത ഒരു 10 വർഷത്തിൽ ഉടനെ കൂടുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അടുത്ത 20-30 വർഷത്തിൽ ഈ പെനട്രേഷൻ പെർസെന്റേജ് തന്നെ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ HDFC ബിഗ് ഗെയിനർ. അപ്പോൾ ഇവരുടെ എല്ലാ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം അത് വളരാൻ സാധ്യതയുള്ള പോലത്തെ ആ ഒരു ബിസിനസ്സിലാണ്. പിന്നെ ആ ഗുഡ് റെപ്യൂട്ടേഷനും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഇത് വെച്ചിട്ടും ഇന്ത്യയിലുള്ള പെനട്രേഷൻ ലെവൽ വളരെ കുറവായതുകൊണ്ട് അടുത്ത 43 വർഷവും ഇതേ റിട്ടേൺ ഇവർ തന്നു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഒരു അനലിസ്റ്റ് പറഞ്ഞത്. അതായത് ഒരു ആഫ്രിക്കയിൽ ഷൂ വെക്കാൻ പോയ കഥ നമ്മൾ അറിയില്ല. അപ്പൊ ആഫ്രിക്കയിൽ ഷൂ വെക്കാൻ പോയപ്പോൾ ആയത്താൾ പോയി പറഞ്ഞു, അയ്യോ ഈ ഷൂ ഒന്നും കൊണ്ടുവരണ്ട, സിമെന്റ് ഒക്കെ നിർത്തിക്കോ, വരും പറഞ്ഞില്ല. വേണ്ട, കാരണം ഇവിടെ ആരും ഷൂ ധരിക്കില്ല. രണ്ടാമത്തെ സെയിൽസ്മാൻ പോയി പറഞ്ഞത്, ഓ ഒരു 5 കൺസൈൻമെന്റ്സ് 5 ഷിപ്പ് നിറച്ച് ഇവിടേക്ക് വിട്ടോ, കാരണം ഇവിടെ ഉള്ള ആരും ഷൂ ധരിക്കുന്നില്ല. അപ്പൊ വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, എല്ലാവർക്കും നമുക്ക് ഷൂ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ പെനിട്രേഷനിൽ. അപ്പൊ അടുത്ത 43 ഇയേഴ്സിലും ഇതേ 18,000 തരാൻ ഇതിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു ടോൾ ഓർഡറാണ്. കാരണം കഴിഞ്ഞ 40 വർഷത്തിൽ എല്ലാവരും ഇത് വന്നു, പക്ഷെ ഇപ്പോഴും വളരെയധികം അണ്ടർ ബാങ്കിങ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ 86 ഇയേഴ്സ് ജീവിതത്തിന്റെ ഉള്ളിലുള്ള ഒരു സമയമാണ് നമ്മൾ പറയുന്നത്. 86 ഇയേഴ്സിൽ 10,000 രൂപ 1978 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് 86 ഇയേഴ്സിൽ കിട്ടാവുന്ന എമൗണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? 18,000 ടൈംസ് ഇതുവരെ കൂടിയിരിക്കുന്നു. ഇനിയും 18,000 ഇത് കൂടുകയാണെങ്കിൽ 10,000 രൂപ അന്ന് 1978 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് ആഫ്റ്റർ 86 ഇയേഴ്സ്, അതായത് 43 ഇയേഴ്സ് ഫ്രം നൗ കിട്ടാൻ പോകുന്നത് 3,24,000 crores ആണ്. 3.25 lakh crores. അതായത് ഇന്ത്യയുടെ മൂൺ മിഷൻ അന്ന് നടത്തുകയാണെങ്കിൽ ഇത്രയും കാശ് ആവശ്യം വരുള്ളൂ. 10,000 രൂപയുടെ HDFC ഷെയർ വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്കുള്ള മൂൺ മിഷനുള്ള കാശ് നമുക്ക് അന്ന് കിട്ടും. ദിസ് വിൽ ബി എ സ്റ്റഡി കോമ്പൗണ്ടർ ഇൻ ഫ്യൂച്ചർ ഓൾസോ. അപ്പൊ ഇതൊരു നല്ലൊരു സ്റ്റഡി കോമ്പൗണ്ടർ ആയിട്ട്, ഒരു മൾട്ടി ബാഗർ ആവുന്നൊന്നും പറയാൻ പറ്റില്ല, സ്റ്റഡി കോമ്പൗണ്ടിങ് ആയിട്ടുള്ള നമുക്കൊരു റിട്ടേൺ ഇതിൽ കിട്ടുന്നതായിരിക്കും. ഒരു സ്റ്റഡി കമ്പനി ഫ്രം ദ ലാർജ് ക്യാപ്. മാത്രമല്ല നമ്മുടെ ഹോൾഡിംഗ് കമ്പനികളെ പറ്റി സംസാരിച്ചു. ഈ HDFC ഈസ് ദ പെർഫെക്റ്റ് ഹോൾഡിംഗ് കമ്പനി, പെർഫെക്റ്റ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ ഉള്ള ഒരു കമ്പനിയാണിത്. പ്ലസ് ദേ ആർ ഹാവിംഗ് എ ഓപ്പറേറ്റിംഗ് ബിസിനസ്. അപ്പൊ HDFC, ICICI ബാങ്ക്, SBI ഇവരെല്ലാം ഹോൾഡിംഗ് കമ്പനീസ് ആണ്. ഇപ്പൊ ICICI എന്ന് പറഞ്ഞാൽ ICICIയുടെ താഴെയുള്ള ICICI സെക്യൂരിറ്റീസ്, ICICI ലൊംബാർഡ്, ICICI പ്രൊഡൻഷ്യൽ, ഇതെല്ലാം ICICI കൈവശം വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ വേറെ അൺലിസ്റ്റഡ് കമ്പനികളും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് നിങ്ങൾ എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.